ഹിമാചൽ പ്രദേശിൽ നിന്നും ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റിലേക്ക് കോൺഗ്രസ് നേതാവായ അനുരാഗ് ശർമ്മ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട സംഭവം ദേശീയ രാഷ്ട്രീയത്തിൽ ചെറിയൊരു സംഭവമായി മാത്രം കാണാൻ സാധിക്കില്ല. അടുത്തിടെ ഹിമാചലിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത് BJPക്ക് വലിയൊരു രാഷ്ട്രീയ തിരിച്ചടിയായി വിലയിരുത്തപ്പെടുകയാണ്. കഴിഞ്ഞ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം നേടിയിരുന്ന BJP ഇത്തവണ മത്സരിക്കാൻ പോലും തയ്യാറാകാതെ പിന്മാറിയത് സംസ്ഥാനത്ത് അവർ ശ്രമിച്ചിരുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ പരാജയപ്പെട്ടുവെന്നതിൻ്റെ സൂചനയായാണ് പലരും വിലയിരുത്തുന്നത്. കഴിഞ്ഞ വർഷം നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പാണ് ഹിമാചൽ രാഷ്ട്രീയത്തിൽ വലിയ അനിശ്ചിതത്വം സൃഷ്ടിച്ചത്. കോൺഗ്രസിന് നിയമസഭയിൽ ഭൂരിപക്ഷമുണ്ടായിരുന്നിട്ടും BJP സ്ഥാനാർത്ഥി വിജയിച്ചതോടെ വലിയ രാഷ്ട്രീയ ചർച്ചകൾ ഉയർന്നു. ചില കോൺഗ്രസ് MLAമാരുടെ ക്രോസ് വോട്ടിങ്ങും പിന്നീടുണ്ടായ രാജികളും എല്ലാം ചേർന്ന് സുഖ്വീന്ദർ സിംഗ് സുഖു സർക്കാരിന് വലിയ ഭീഷണിയായ ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ സമയത്ത് സംസ്ഥാനത്ത് സർക്കാരിനെ അട്ടിമറിക്കുവാൻ BJP ശ്രമിക്കുന്നുവെന്ന ആരോപണം കോൺഗ്രസ് ശക്തമായി തന്നെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് നടന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ആ നീക്കങ്ങളെയെല്ലാം തകർക്കുന്ന ഒരു കാര്യമായിരുന്നു ഉണ്ടായത്. അത്തരം സൂചനകൾ തന്നെയായിരുന്നു പിന്നീട് നൽകിയതും. അത്തരം പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ രാജ്യസഭയിലെ ഒഴിവായ സീറ്റിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അനുരാഗ് ശർമ്മ എതിരില്ലാതെ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്നത്. സാധാരണയായി രാജ്യസഭാ തെരഞ്ഞെടുപ്പുകൾ പാർട്ടികൾക്ക് അവരുടെ രാഷ്ട്രീയ ശക്തി തെളിയിക്കുവാനുള്ള വേദിയായാണ് കണക്കാക്കപ്പെടുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ തവണ അട്ടിമറി വിജയം നേടിയ BJP ഇത്തവണ മത്സരിക്കാൻ പോലും തയ്യാറാകാതിരുന്നത് അത് ഏറെ ശ്രദ്ധേയമാണ്. ഇത് വെറും ഒരു തന്ത്രപരമായ തീരുമാനമല്ല, മറിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിലെ നിലവിലെ ശക്തി സമവാക്യങ്ങൾ BJPക്ക് അനുകൂലമല്ല എന്നുള്ളതിൻ്റെ തിരിച്ചറിവാണ് ഈ ഫലമെന്നാണ് പലരും പറയുന്നത്. ഹിമാചലിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ തുടരുകയും പാർട്ടിയുടെ നിയമസഭാ ശക്തി സ്ഥിരതയോടെ നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ BJP മത്സരിച്ചാൽ പരാജയം ഉറപ്പായിരുന്നുവെന്ന കണക്കുകൂട്ടലാണ് അവരെ പിന്നോട്ടു പോകാൻ നിർബന്ധിതരാക്കിയത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഒരിക്കൽ കോൺഗ്രസ് സർക്കാരിനെ തകർക്കാമെന്ന പ്രതീക്ഷയിൽ മുന്നേറിയ BJPക്ക് ഇപ്പോൾ അതിനുള്ള രാഷ്ട്രീയ അന്തരീക്ഷം ഇല്ല എന്നുള്ള സന്ദേശമാണ് ഈ ഒരു സംഭവത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. വലിയ രാഷ്ട്രീയ കുടുംബ പശ്ചാത്തലമോ അല്ലെങ്കിൽ ദേശീയ തലത്തിലെ ഒരു പ്രസക്തി ഒന്നുമില്ലാത്ത ഒരു സാധാരണ സംഘടനാ പ്രവർത്തകനെയാണ് കോൺഗ്രസ് ഇപ്പോൾ രാജ്യസഭയിലേക്ക് അയക്കുന്നത്. അത് കോൺഗ്രസിൻ്റെ പുതിയ സംഘടനാ സമീപനത്തിൻ്റെ ഒരു ഭാഗമായാണ് പലരും കാണുന്നത്. പാർട്ടിക്ക് വേണ്ടി സംഘടനാ തലത്തിൽ പ്രവർത്തിക്കുന്ന സാധാരണ പ്രവർത്തകർക്കും ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിച്ചേരുവാൻ അവസരം ലഭിക്കുമെന്നുള്ള സന്ദേശമാണ് ഇതിലൂടെ വ്യക്തമായി നൽകുന്നത്. ഇത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. പലപ്പോഴും പാർട്ടികളിൽ പ്രധാന സ്ഥാനങ്ങൾ രാഷ്ട്രീയ കുടുംബങ്ങളിൽ നിന്നുള്ളവർക്കോ അല്ലെങ്കിൽ വലിയ വലിയ നേതാക്കൾക്കോ മാത്രം ലഭിക്കാവുന്ന കാര്യമാണ് എന്നുള്ള വിമർശനങ്ങൾ നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സംഘടനാ തലത്തിൽ നിന്നും ഉയർന്നു വന്ന നേതാവിനെ രാജ്യസഭയിലേക്ക് അയക്കുന്നത് കോൺഗ്രസ് സ്വീകരിക്കുന്ന വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ മാതൃകയാണ് എന്നതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. BJPയുടെ നിലപാട് കൂടുതൽ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്ന ഒന്നാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ക്യാമ്പിൽ വിള്ളൽ സൃഷ്ടിച്ച് വിജയം നേടിയ BJP ഇപ്പോൾ അതേ സംസ്ഥാനത്ത് മത്സരിക്കാൻ പോലും തയ്യാറാകാത്തത് അവരുടെ രാഷ്ട്രീയ തന്ത്രത്തിലെ വലിയ മാറ്റത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. ഹിമാചൽ പോലുള്ള ചെറിയ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ പോലും ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പ്രത്യേകിച്ച് BJPയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ പാർട്ടിയുടെ ആത്മവിശ്വാസത്തെയും രാഷ്ട്രീയ തന്ത്രങ്ങളെയും സ്വാധീനിക്കാറുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഹിമാചലിൽ കോൺഗ്രസിന് ലഭിച്ച ഈ ഏകപക്ഷീയ വിജയം പാർട്ടിക്ക് മാനസികമായും രാഷ്ട്രീയമായും വലിയ ഒരു ഊർജം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അനുരാഗ് ശർമ്മയുടെ എതിരില്ലാത്ത തെരഞ്ഞെടുപ്പ് വെറും ഒരു രാജ്യസഭാ സീറ്റ് നേടിയ സംഭവം മാത്രമായി കാണാൻ സാധിക്കില്ല. കഴിഞ്ഞ മാസങ്ങളിലായി ഹിമാചലിൽ BJP ശ്രമിച്ചിരുന്ന രാഷ്ട്രീയ അട്ടിമറി ശ്രമങ്ങൾക്ക് അതിന് കിട്ടിയ മറുപടി എന്ന നിലയിലാണ് ഇത് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. ഹിമാചൽ പ്രദേശിലെ ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് BJPക്ക് വലിയ തിരിച്ചടി എന്ന നിലയിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഇപ്പോൾ വിലയിരുത്തുന്നത്. ഒരിക്കൽ സർക്കാരിനെ അട്ടിമറിക്കാമെന്നുള്ള ആത്മവിശ്വാസത്തോടെ മുന്നേറിയ പാർട്ടിക്കിപ്പോൾ മത്സരിക്കാൻ പോലും ആളില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ മത്സരിക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിലെ ശക്തി സമവാക്യങ്ങൾ എങ്ങനെ മാറി എന്നതിന് തെളിവായി മാറിയിരിക്കുകയാണ്.